നമ്മുടെ സ്വന്തം ചിന്തകളോടും സ്വന്തം തീരുമാനങ്ങളോടും നീതി പുലർത്തി മുന്നോട്ട് പോകാൻ പറ്റുക എന്ന് പറയുന്നത് അത് വളരെ വിരളമായിട്ടുള്ളൊരു ക്വാളിറ്റിയാണ്. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഏത് സമ്മർദ്ദത്തിലൂടെയും കടന്നു പോകാനും ആ പറയുന്ന സാഹചര്യങ്ങളുമായിട്ട് പെട്ടെന്ന് ഇണങ്ങിച്ചേരാനും അതിലൂടെ അവർക്ക് വീണ്ടും കരുത്തരായിട്ട് തിരിച്ചു വരാനും പറ്റും. അവരുടെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ സ്ലോ ആണ്, പക്ഷേ വളരെ സ്റ്റഡിയാണ്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ മറ്റുള്ളവർ ശ്രദ്ധിക്കില്ല. കാരണം ഇങ്ങനെ പയ്യെ പോകുന്നവൻ എവിടെ എത്തുമെന്നുള്ള ഒരു തോന്നൽ മാത്രമാണ് അവർക്കുണ്ടാവത്തുള്ളൂ. അതായത് ഒരു കളിയാക്കിയിട്ടുള്ള ഒരു തോന്നൽ മാത്രം. പലപ്പോഴും ആളുകളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു പദ്ധതികൾ മാത്രം ഉണ്ടെങ്കിലാണ് മുന്നോട്ട് പോകത്തുള്ളൂ. പക്ഷേ നമ്മൾ പൂർണ്ണമായിട്ടുള്ള ഒരു പദ്ധതിക്ക് വേണ്ടി കാത്തിരിക്കുന്നില്ല. നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് വച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഈ പറയുന്ന ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് അതിൽ നിന്ന് ആത്മവിശ്വാസവും ശക്തിയും കിട്ടിക്കൊണ്ടിരിക്കും. പെർഫെക്ഷൻ ആണോ അല്ലയോ എന്നുള്ളതല്ല, എത്രമാത്രം നന്നായിട്ട് ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം ഇതെല്ലാം നമ്മൾ സ്വന്തം നമുക്ക് കൊടുത്ത വാഗ്ദാനങ്ങളാണ്. ഞാൻ ജയിക്കണമെന്ന് എനിക്ക് കൊടുത്ത വാഗ്ദാനമാണ്. ആ വാഗ്ദാനത്തെ വെറും വാക്കായിട്ട് മാറ്റാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ നമുക്ക് കൊടുത്ത് അത് വിശ്വസിക്കുന്ന വ്യക്തികളാണ് മുന്നോട്ട് പോകുന്നവരും. ജീവിതം രസകരമല്ലാതാകുമ്പോൾ ഈ പറയുന്ന വ്യക്തികൾ നിർത്താൻ തയ്യാറല്ല. അവർ വീണ്ടും മുന്നോട്ട് പോവാണ്. ചെറിയ ചെറിയ പ്ലാനുകൾ അവർ ജയിച്ച് അതിൽ നിന്ന് ആത്മവിശ്വാസം കണ്ടെത്തി, അതിൽ നിന്ന് സ്ഥിരത കണ്ടെത്തി പഠിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ്. അവർ നിർത്തത്തില്ല.